ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച കെ പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ സ്വീകരണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. DCC, KPCC അംഗങ്ങളും വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന പ്രസിഡന്റ്, EPF സ്റ്റാഫ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ സാലറീഡ് എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽ വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റും, ആക്റ്റീവ് കോഴിക്കോടിന്റെ പ്രസിഡന്റ്, കേന്ദ്രീയ വിദ്യാലയ PTA പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് കെ പത്മകുമാർ. സർവീസിൽ നിന്നും വിരമിച്ച കെ പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണമൊരുക്കിയത്. സ്വീകരണ പരിപാടി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ പത്മകുമാർ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം സാമൂതിരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. അവിടെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പോയ ശേഷം ആ ഗുരുവായൂരപ്പൻ കോളേജിലെ KSU പ്രവർത്തനത്തിന് ഒരു മുന്നണി പോരാളിയായിട്ട് എല്ലാ സമരമുഖങ്ങളിലും നമ്മളൊക്കെ തന്നെ അന്ന് കണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ പത്മകുമാർ. അദ്ദേഹം ആ കാലത്ത് തന്നെയാണ് നമ്മുടെ ജില്ലാ KSUവിന്റെ നിർവാഹക സമിതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. എല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിലേക്ക് 1988 കാലത്ത് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആദ്യമായി നിയമനം കിട്ടിയത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. ചെയർമാൻ ഡോക്ടർ MP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ MK ബീരാൻ, വർക്കിംഗ് ചെയർമാൻ MP രാമകൃഷ്ണൻ, മുൻ KPCC സെക്രട്ടറി NK അബ്ദുറഹിമാൻ, INTUC ദേശീയ പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് M രാജൻ, DCC ജനറൽ സെക്രട്ടറി PM അബ്ദുറഹിമാൻ, കൗൺസിലർ അൽഫോൺസ മാത്യു തുടങ്ങിയവരും മറ്റ് സംഘടനാ നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റഹ്മത്തുള്ള ഖാസിമിയുടെ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ടൗൺ ഹാളിൽ വെച്ച് ഗ്രന്ഥകാരൻ തന്നെയാണ്